ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾക്ക് ശേഷവും എറണാകുളം റൂറൽ മേഖലയിൽ തങ്ങുന്നത് നിരവധി ബംഗ്ലാദേശികളാണ്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരവധി കോളുകൾ പോയിരുന്നു. പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ അന്വേഷണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിലേക്കും നീങ്ങുകയാണ്. ഈ സംഭവങ്ങളും പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷിക്കുന്നത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്ക് വിളിച്ച കോളുകളിലെ ദുരൂഹത തുടരുമ്പോഴാണ് പാക് പൗരന്മാർ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളും കണ്ടെത്തിയത്. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഭീകരവിരുദ്ധ സ്ക്വാഡുമെല്ലാം അന്വേഷിക്കുന്നത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ബംഗ്ലാദേശിലേക്ക് വിളികൾ പോയിട്ടുണ്ട്. ഭീകരവാദി സ്ലീപ്പർ സെല്ലുകളോ ശത്രുരാജ്യങ്ങളുടെ ചാരസംഘടനകളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറിയിരുന്നോ എന്ന സംശയം നിലനിൽക്കുമ്പോഴാണ് അസം സ്വദേശി മുബാറക് ഹുസൈന്റെ മൊബൈൽ ഫോണിൽ നിന്ന് പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കണ്ടെടുത്തത്. പെരുമ്പാവൂർ, ആലുവ ഭാഗങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ എന്നും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൈമാറിയ വിവരങ്ങൾ എന്താണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയിരുന്നു. ഇത്തരം ഗ്രൂപ്പുകളിലൂടെയും മറ്റും ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഏറെ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളുടെ ഒടുവിൽ മറ്റു ചില ദൃശ്യങ്ങളും കൈമാറിയിട്ടുണ്ടാകാനാണ് സാധ്യത. പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ നേരത്തെ പിടിയിലായ ബംഗ്ലാദേശികളുടെ മൊബൈൽ ഫോണുകളിലും രാജ്യവിരുദ്ധ സമൂഹ മാധ്യമ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.